ഓർത്തഡോക്സ് സഭയിൽ പൊട്ടിത്തെറിയെന്നാണ്. സഭാ നേതൃത്വത്തിനെതിരെ മാർ അപ്രേം മെത്രോപോലിത്ത രംഗത്ത്. സഭാ നേതാക്കൾ പള്ളിപിടുത്തക്കാരെന്നും തന്റെ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട യാക്കോബായ പള്ളികൾ പിടിക്കാൻ ആവശ്യപ്പെട്ടെന്നും മാർ അപ്രേം മെത്രോപോലിത്ത പറഞ്ഞു. വാക്കുകളിലേക്കാണ് ആദ്യം. കേരളത്തിലെ എല്ലാ ഭദ്രാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി. അടൂർ കളവനാടും ഉണ്ട് 3 പള്ളികൾ യാക്കോബായക്കാരുടെ കയ്യിലിരിക്കുന്നത്. അവിടെ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണമെന്ന് എൻ്റെ ആളുകൾ എന്നോട് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞു, 6 ദേവാലയങ്ങൾ അടൂർ പള്ളി ടൗണിലുണ്ട്. ഈ 6 ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം. പുണ്യവാനാകാനായിട്ട് ഇതുവരെ മിണ്ടാതെയുള്ള കുറെ രഹസ്യങ്ങളാണ്. ഇനി എന്തു സംഭവിക്കട്ടെ, എന്തു സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും. മാർ അപ്രേമിന്റെ പരാമർശം ചർച്ച ചെയ്ത് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മലങ്കര സഭയുടെ അടിയന്തര സിനഡ് 23-ന് ദേവലോകത്ത് ചേരും. അനിൽ ജോർജിന്റെ കൂടുതൽ വിവരങ്ങളുമായി. അനിൽ ജോർജ്, ഗുഡ് മോർണിംഗ്. മാർ അപ്രേമിന്റെ പരാമർശത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? ഓർത്തഡോക്സ് സഭ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. സേതു, ഓർത്തഡോക്സ് സഭയിൽ ഒരു പൊട്ടിത്തെറി നടക്കും എന്ന് തന്നെയാണ് സഭാ നേതൃത്വം അടക്കം സൂചിപ്പിക്കുന്നത്. സക്കറിയാസ് മാർ അപ്രേം അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയാണ്. അതിലുമുപരിയായി കഴിഞ്ഞ കാതോലിക്ക ബാബയുടെ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കാതോലിക്ക ബാബയുടെ സെക്രട്ടറി ആയിരുന്നു, കാതോലിക്കറ്റ് അസിസ്റ്റന്റ് ആയിരുന്നു. ഒപ്പം സഭയുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരനായ മെത്രാപ്പോലിത്ത കൂടിയാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് യാക്കോബായ സഭാ നേതൃത്വവുമായി ഇദ്ദേഹം വലിയ അടുപ്പം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്ക ജോസഫ് മാർ ഗ്രിഗോറിയോസുമായി അദ്ദേഹത്തിന് വലിയ അടുപ്പവുമുണ്ട്. ഇത്തരത്തിൽ ഉള്ള അടുപ്പത്തിൻ്റെയൊക്കെ ഭാഗമായാണോ ഇത്തരത്തിലൊരു പരാമർശം വന്നത് എന്നതാണ് ഓർത്തഡോക്സ് സഭ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അടിയന്തരമായി 48 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകാൻ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പോലിത്തയോട് കാതോലിക്ക ബാബ, ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാബ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിന് മറുപടി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സിനഡിലെത്തി വലിയ തോതിൽ വിശദീകരണം നൽകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്രിയമായ സത്യം താൻ വിളിച്ചു പറഞ്ഞു. ആ സത്യം ആരെങ്കിലും വിളിച്ചു പറയേണ്ടതാണ്. സഭയുടെ മുഴുവൻ സമയവും ഇത്തരം പള്ളിപിടുത്തത്തിലേക്കും വ്യവഹാരങ്ങളിലേക്കും ഒക്കെ പോകുന്നത് ശരിയല്ല. അതാത് ഭദ്രാസന മെത്രാപ്പോലിത്തമാർ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പോയാൽ ഈ പള്ളിപിടുത്തം എന്ന പ്രയോഗം തന്നെ അവസാനിക്കും, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ അവസാനിക്കും എന്ന നിലപാടാണ് സക്കറിയാസ് മാർ അപ്രേം മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു ചില ഓർത്തഡോക്സ് മെത്രാന്മാരും യാക്കോബായ സഭയുടെ പുതിയ നേതൃത്വവുമായി വലിയ ഊഷ്മളമായ ബന്ധം പുലർത്തുന്നുണ്ട്. അവർ അത് വീണ്ടും കുറച്ചുകൂടി ഊഷ്മളതയിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം തന്നെ യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്ക ജോസഫ് കാതോലിക്ക ബാബ പരസ്യമായി തന്നെ ഇത്തരം പള്ളിപിടുത്തങ്ങൾ അവസാനിപ്പിക്കണമെന്നും 2 സഭകളായി പിരിഞ്ഞ് മാറി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. സമാനമായ നിലയിൽ സഭയിൽ സമാധാനം പുലരണം, എന്നാൽ കോടതി വിധി നടപ്പാക്കണമെന്ന നിർദ്ദേശം ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കാതോലിക്കയും ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പോലിത്തയുടെ വാക്കുകൾ ഞെട്ടലോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭാ നേതൃത്വം കാണുന്നത്. ഓർത്തഡോക്സ് വരും മണിക്കൂറുകളിലേക്ക് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഇപ്പോൾ തന്നെ ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റി റോണി ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. ഒപ്പം തന്നെ വൈദിക ട്രസ്റ്റി ഫാദർ അമയിലും ഇക്കാര്യത്തിൽ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പോലിത്തയ്ക്കെതിരെ നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. കൂടുതൽ ആളുകൾ, അതായത് സഭാ നേതൃത്വത്തിലെ ആത്മായ വിഭാഗവും വൈദിക വിഭാഗവും ഈ മെത്രാപ്പോലിത്തയ്ക്ക് ഏതാണ്ട് പൂർണ്ണമായും എതിരായി കഴിഞ്ഞു. അതിനാൽ തന്നെ